എന്താണ്? മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? അത് നേർച്ചയാക്കലുണ്ടോന്ന്? ഹജ്ജ് നേർച്ചയാക്കലില്ലേ? കേട്ടോ, മനസ്സിലായില്ലപ്പോ? മക്കത്തെ ആണ്ട് നേർച്ചയാണ് ഹജ്ജ്. മനസ്സിലായില്ലേ? ഇതാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നിങ്ങൾ കേൾക്കാത്ത പല വാദങ്ങളുമായി ചില ദജ്ജാലികൾ കസ്സാബുകൾ രംഗത്ത് വരും. സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഹജ്ജ് ചെയ്തിട്ടില്ലേ? റസൂല് ഹജ്ജ് ചെയ്തിട്ടില്ലേ? അത് ആണ്ടായിരുന്നോ? ആണ്ട് നേർച്ചയായിരുന്നോ? ഇയാൾ ചോദ്യത്തെ തന്നെ അട്ടിമറിച്ചു. ആണ്ട് എന്നല്ല ഞാൻ ചോദിച്ചത്. ഇനി അതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്താണല്ലേ ചോദിച്ചത്. എന്റെ ചോദ്യത്തിന്റെ ഗുട്ടൻസ് എന്താണ്? അന്നം തിന്നുന്ന മുഴുവൻ ആളുകൾക്കും തിരിഞ്ഞിട്ടുണ്ട്, പേരോടിലല്ലാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുമുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ? മക്കത്തും മദീനത്തും ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്താ? എനിക്ക് ഡേറ്റ് ഒന്നും തരണ്ട, എപ്പോഴവിടെ ആണ്ട് നേർച്ച നടക്കല് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ച ആണ്ട് നേർച്ച ഇയാൾക്കതാ തിരിയോല്ലോ, ഞാൻ എന്താ ചോദിച്ചത് ഇയാൾക്ക് മനസ്സിലാകായിട്ടല്ല. പക്ഷേ സലഫിയുടെ 13 ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞിട്ട് ഇത് വരുത്തി തീർക്കണം മൂപ്പർക്ക്. അപ്പൊ ഇതിന് ആണ്ടുണ്ട്. ഏതാ ആണ്ട്? ഹജ്ജ്. എല്ലാവരും ആണ്ടിന് പോവുക. പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് കുഞ്ഞമ്മദാക്കയും അതുപോലെ തന്നെ പാത്തുമ്മത്താത്തയൊക്കെ ക്യൂല് നിൽക്കുകയാണ് എന്തിന്? പാസ്പോർട്ട് എടുക്കാൻ. എന്തിനാ പാസ്പോർട്ട്? മക്കത്ത് ആണ്ട് നടക്കുന്നുണ്ട്, അവർക്ക് പോവുക അല്ലേ? ആണ്ട് നേർച്ചക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നത് ആണ്ട് നേർച്ചക്ക് കൊട്ടയും ജയിലും കത്തിയൊക്കെ ആയിട്ട് പോവുക. ആണ്ട് നേർച്ച. ആണ്ട് നേർച്ച എന്താ? നീ സാധുവിന് മനസ്സിലായോ? അതോ മനസ്സിലാകായിട്ടോ? മനസ്സിലാകായിട്ടൊന്നുമല്ല, വിളവൻ കുഞ്ഞാപ്പു അല്ലേ ഇത്? ഈ കുഞ്ഞാപ്പൂന് ഇത് ശരിയായിട്ടാ? കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്റെ ചോദ്യം എന്താണ്? അവിടെ കുടുങ്ങിയത് കൊണ്ട് തന്നെയാണ് ആണ്ടാക്കി മാറ്റുന്നത്. ഹജ്ജ് ആണ്ടോ? ആരുടെ ആണ്ടാ? ആരുടെ ആണ്ട് നേർച്ചയാ ഹജ്ജ്? ഇവരോട് പറയട്ടെ. ഇബ്രാഹിം നബിയുടെ ആണ്ടാ? ഇസ്മായിൽ നബിയുടെ ആണ്ടാ? ആണോ? സുഹൃത്തുക്കളെ, എന്താ ആണ്ട് നേർച്ച? പഠിച്ചു വെച്ചോ. ആണ്ടു നേർച്ച നിങ്ങൾ പഠിപ്പിക്കുന്ന നിർവചനത്തിൽ നിന്നാ ഞാൻ ചോദിക്കുന്നത്. ആണ്ട് നേർച്ച കേട്ടോളൂ. എന്താ ആണ്ട് നേർച്ചയുടെ തരീഫ് നിർവചനം പഠിച്ചോ. മഹാന്മാരുടെ മഖ്ബറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു നേർച്ച എന്ന് മുസ്ലിങ്ങൾ പറയുന്നത്. തെക്കൻ കേരളത്തിൽ ചന്ദനക്കുടമെന്നും തമിഴ്നാടുകളിൽ കന്തൂരി എന്നും വടക്കേ ഇന്ത്യയിൽ ഉറൂസ് എന്നും ഈ ആഘോഷത്തിന് പറയുന്നു. മരണത്തോടെ ആത്മാവ് എന്ന മണവാട്ടി അല്ലാഹു എന്ന മണവാളനുമായി സന്ധിക്കുന്നു എന്നാണ് സൂഫി ദർശനം. നിങ്ങൾ ആണ്ട് നേർച്ചയാ? ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണിപ്പോ? ഒരാളുടെ നിര്യാണത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്നത്. ഇബ്രാഹിം നബി ദുൽഹജ്ജ് 10-നാണോ പേരോടെ മരിച്ചത്? ആണോ? ഇബ്രാഹിം നബിയുടെ ആ നിര്യാണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങാണ് ഹജ്ജെന്ന് ആരാ പഠിപ്പിച്ചത്? ഇതല്ലേ ദജ്ജാലിന്റെ വർത്തമാനം? ഇത് റസൂലുള്ളാഹിയുടെ വർത്തമാനമാണോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആണ്ട് നേർച്ചയാണ്, അല്ലെങ്കിൽ ആ നിലക്ക് അവരുടെ നിര്യാണത്തോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണിത് എന്ന് എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ പഠിച്ചു വെക്കുന്നു. ഈ പേരോടിന് ഉറക്കം നടിക്കുകയാണ്. അയാളെ ഉണർത്താൻ കഴിയൂല. അയാൾ ഉറങ്ങല്ല, അയാൾ ഉറക്കം നടിക്കുകയാണ്. എന്ത് കൂലിക്ക് വിളിച്ചിട്ടും ബോംബ് പൊട്ടിയാലും ഉണരൂല. പക്ഷേ ഒരുപാട് പാവങ്ങൾ ഉറങ്ങുന്നുണ്ട്, കഥയറിയാതെ ആട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി പഠിച്ചു വെച്ചോ. ഹജ്ജിന് പോകുന്നത് ആണ്ട് നേർച്ചക്ക് പോകുന്നതല്ല. അപ്പൊ ആണ്ട് നേർച്ചയാണ് എന്നാ പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ച നേർച്ച ഏതാണെന്നറിയോ? ഞങ്ങൾ ചോദിച്ച നേർച്ച പേരോടിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ പറയുന്ന ആണ്ട് നേർച്ചയ്ക്ക് ചില സാമ്പിളുകൾ പട്ടാമ്പിയിൽ നടക്കുന്നുണ്ട്, കൊണ്ടോട്ടിയിൽ നടക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ചില സാമ്പിളുകളൊന്ന് കണ്ടോളൂ. നിങ്ങളുടെ ആണ്ട് നേർച്ചകളുടെ സാമ്പിളുകൾ ശ്രദ്ധിച്ചു കാണുക.